നമസ്കാരം. ഡിവൈൻ തോട്ട്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് എപ്പോഴെല്ലാമാണ് വിളക്ക് തെളിയിക്കേണ്ടത്, എങ്ങനെയാണ് വിളക്ക് തെളിയിക്കേണ്ടത്, എത്ര തിരിയിട്ട് തെളിയിക്കണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹിന്ദു മതവിശ്വാസത്തിൽപ്പെട്ടവരുടെ ഈശ്വരാരാധനയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് നിലവിളക്ക്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ദേവിമാരും ചേരുന്ന ഒരു സങ്കല്പം, അതാണ് നിലവിളക്ക്. രാവിലെയും സന്ധ്യയ്ക്കും നിലവിളക്ക് തെളിയിക്കാം. രാവിലെയാണെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ കൊളുത്തുന്നതാണ് ഉത്തമം. അതായത് ഏകദേശം 4:30 മുതൽ 5 മണി വരെയുള്ള ആ ഒരു സമയത്തിൽ കൊളുത്താം. ഇനി ബ്രഹ്മമുഹൂർത്തത്തിൽ കൊളുത്താൻ സാധിച്ചില്ലെങ്കിൽ വെളുപ്പിന് 6:30 മുൻപെങ്കിലും നിലവിളക്ക് കൊളുത്തുക. സന്ധ്യയ്ക്ക് എല്ലാ വീടുകളിലും നിർബന്ധമായും നിലവിളക്ക് തെളിയിക്കേണ്ടതാണ്. വീടും പരിസരവും തൂത്ത് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം സന്ധ്യാവിളക്ക് തെളിയിക്കുക. ലക്ഷ്മി ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാണ് നിലവിളക്ക് കൊളുത്തുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ സന്ധ്യാവിളക്ക് കൊളുത്തണം. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങൾ നമ്മുടെ വീട്ടിലെ വിളക്കിൽ പതിയണം. സൂര്യൻ അസ്തമിക്കുന്ന സമയം ചില ദിവസങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കും. അത് നമ്മുടെ കലണ്ടറിൽ നോക്കിയാൽ അറിയാവുന്നതാണ്. കലണ്ടറിൽ കൊടുത്തിരിക്കുന്ന സൂര്യാസ്തമയ സമയത്തിന് മുൻപ് തന്നെ നിലവിളക്ക് കൊളുത്തുക. നിലവിളക്ക് ഒരിക്കലും നിലത്ത് വെക്കരുത്. പീഠത്തിലോ തളികയിലോ വേണം വയ്ക്കാൻ. നിലവിളക്കിൻ്റെ കൂടെ ഓട്ടുകിണ്ടിയിൽ വെള്ളവും ചന്ദനത്തിരിയും വയ്ക്കുന്നത് ഉത്തമമാണ്. നിലവിളക്കിൽ തിരിയിടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എണ്ണ ഒഴിച്ചതിന് ശേഷം മാത്രം തിരിയിടുക. ശുദ്ധമായ എള്ളെണ്ണ മാത്രം ഉപയോഗിക്കുക. വിശേഷ ദിവസങ്ങളാണെങ്കിൽ നെയ്യ് ഉപയോഗിച്ച് തെളിയിക്കുന്നതും ഉത്തമമാണ്. 1 തിരി മഹാവ്യാധിയും, 2 തിരി ധനാഭിവൃദ്ധിയും, 3 തിരി ദാരിദ്ര്യവും, 4 തിരി ദുരിതവും, 5 തിരി സർവൈശ്വര്യവുമാണ്. വീടുകളിൽ സാധാരണ 2 തിരിയിട്ടാണ് വിളക്ക് തെളിയിക്കുന്നത്. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ട്. ആദ്യം കിഴക്ക് തിരി തെളിയിക്കുക, അതിനുശേഷം പടിഞ്ഞാറിട്ടിരിക്കുന്ന തിരി തെളിയിക്കുക. വിശേഷ ദിവസങ്ങളാണെങ്കിൽ 5 തിരിയിട്ടും വിളക്ക് തെളിയിക്കാവുന്നതാണ്. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. 5-ാമത്തെ തിരി വടക്ക് കിഴക്ക് ഈശാനകോണിൽ ഇടുക. പ്രദക്ഷിണമായിട്ടാണ് 5 തിരി തെളിയിക്കേണ്ടത്. ആദ്യം കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക് ഈശാനകോണിൽ. അങ്ങനെ ആ ഒരു ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ പ്രദക്ഷിണമായിട്ട് തിരി തെളിയിക്കുക. നേരിട്ട് തീപ്പെട്ടിയോ ലൈറ്ററോ ഉപയോഗിച്ചിട്ട് തിരി തെളിയിക്കരുത്. കൊടിവിളക്കിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു തിരി തെളിയിച്ചിട്ട് ആ തിരി ഉപയോഗിച്ചിട്ടോ വിളക്ക് തെളിയിക്കുക. വിളക്ക് തെളിയിച്ചതിന് ശേഷം ആ ഒരു തിരിനാളത്തിൻ്റെ പ്രഭയിൽ നമ്മുടെ ഇഷ്ടദേവനെയോ ദേവിയെയോ വിളിച്ച് പ്രാർത്ഥിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.